ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നീലക്കൊടുവേലി കൊണ്ടൊരു വേലിയാണ്. നോക്കിയേ, എന്ത് മനോഹരമായൊരു വേലി. നിങ്ങളെ ധനികരാക്കാൻ കഴിയുന്ന, ഇരുമ്പിനെ സ്വർണമാക്കാൻ കഴിയുന്ന, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറ്റാൻ കഴിവുള്ള നീലക്കൊടുവേലി. മനസ്സിലായില്ല അല്ലേ? പുതിയ തലമുറയ്ക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരാം. ആഡിലെ ഡൂഡ് തേടിയിഴങ്ങിയ അതേ നീലക്കൊടുവേലി, അതെ, ആഡ് സിനിമയിലെ ഡൂഡ് തേടിയ അതേ നീലക്കൊടുവേലി, അതാണ് ഇത്. കണ്ടിട്ടുണ്ടോ? അതെ, നീലക്കൊടുവേലി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും, പക്ഷേ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതെ, ഇതാണ് നീലക്കൊടുവേലി, അത്ഭുത സിദ്ധിയുള്ള നീലക്കൊടുവേലി. ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ടല്ലേ? ചിരിക്കൊന്നും വേണ്ട കേട്ടോ. ശരിക്കും ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇതൊക്കെ വെറും വിശ്വാസങ്ങൾ മാത്രമാണ് കേട്ടോ. എന്നിരുന്നാലും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ നീലക്കൊടുവേലി എന്ന് പറയുന്നത്. പണ്ട് അങ്ങ് നീലഗിരി കുന്നുകൾക്ക് മേലെ പൂത്തു നിന്ന നീലക്കൊടുവേലിയുടെ ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അത്ഭുത ശക്തികളും ഒരുപാടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പണ്ട് ഹനുമാൻ ഔഷധ സസ്യം തേടി ഒരു മല അടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയിരുന്നില്ലേ? അന്ന് അടിച്ചുകൊണ്ട് വന്ന മലയില് ഈ നീലക്കൊടുവേലി ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇന്നും നമ്മുടെ നാട്ടില് ഈ നീലക്കൊടുവേലി തേടി ആടിലെ ഡൂഡിനെ പോലെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാലോ, ചെമ്പോത്ത് അറിയോ? ചെമ്പോത്തൊക്കെ കൂട് കൂട്ടുന്നത് വലിയ മരങ്ങൾക്ക് മുകളിലാണല്ലേ? ആ വലിയ മരങ്ങൾക്ക് മുകളിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെ ചെമ്പോത്ത് മുട്ടയിട്ടിട്ട് പോകുമ്പോൾ അതെടുത്ത് ഇങ്ങനെ കുലുക്കുമ്പോൾ ആ മുട്ട വിരിയില്ല. അപ്പോൾ ചെമ്പോത്ത് നോക്കുമ്പോൾ വിരിയേണ്ട സമയമായിട്ട് മുട്ട വിരിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് വിരിയിക്കാൻ വേണ്ടിയിട്ട് അത്ഭുത ശക്തിയുള്ള ഈ നീലക്കൊടുവേലിയുടെ വേര് തേടി ആ ഉപ്പൻ പോയി ആ വേര് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് വെച്ച് അതിന്റെ ശക്തിയാല് ഈ മുട്ട വിരിയിച്ചെടുക്കുമെന്നും, മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ചെമ്പോത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കൂട് ഉപേക്ഷിച്ച് പോവെന്നും, ആ കൂട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആ കൂട്ടിൽ കയറി നീലക്കൊടുവേലിയുടെ വേര് കണ്ടെത്തി അതുകൊണ്ട് വലിയ ധനികരാകാമെന്നും ഒക്കെ വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതൊന്നും വിശ്വസിക്കേണ്ട, ഇതെല്ലാം വെറും കെട്ടുകഥകളായി തന്നെ നമുക്ക് ഇരുന്നോട്ടെ. പക്ഷെ എന്നിരുന്നാലും നീലക്കൊടുവേലി വീട്ടിന്റെ മുറ്റത്തുണ്ടാവുക ഒരു ഐശ്വര്യം തന്നെയാണ്. എന്റെ വീടിന്റെ മുറ്റത്തതുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഒക്കെ ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓർഡർ ചെയ്യാം. അടുത്തുള്ള നഴ്സറികളിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ മുകളിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് നമ്പറാണ്. വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ത്രൂ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആമസോണിലും ഈ പ്ലാന്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്റെ ഇന്നത്തെ നീലക്കൊടുവേലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ പറയാം. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരിക്കും. ടാറ്റാ.